എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണ്. സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗോസ്പലുണ്ട്, പ്രായോഗിക സുവിശേഷം. അത് സുവിശേഷമാണ്, അനുഭവ സുവിശേഷമെന്ന് പറയും. ഒരു വ്യക്തിയുടെ അനുഭവ സുവിശേഷം ഭയങ്കര ആൾക്കാരെ നിൽക്കാൻ ഭയങ്കര രസമാണ്. കാര്യം ജനങ്ങളിങ്ങനെ മാറി മാറി വന്ന് എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആധുനിക കാലം മുമ്പത്തേക്കാൾ ജീവിതം സങ്കീർണമായിട്ടുണ്ട്. ശരിക്കും പണ്ട് നമുക്ക് ജീവിച്ച അത്രയും കാര്യങ്ങൾ പോരാ, അതിനേക്കാൾ ഒത്തിരിയേറെ വ്യത്യസ്തമായ ഫീൽഡിലാണ് ജീവിതം മനുഷ്യൻ ജീവിച്ചത് കൂട്ടണത്. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവന് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ദൈവത്തെ അനുഭവവേദ്യമാക്കുന്നതെന്ന് ഉടമ്പടി നമുക്ക് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു വിശ്വാസത്തിൻ്റെ നിലവാരം മാറ്റിയിട്ട് ഒരു സ്പെക്കുലേറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു ടാഞ്ചിബിൾ എക്സ്പീരിയൻസിലേക്ക് ഉടമ്പടി നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മളെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സ്പർശ്യമായ വിശ്വാസത്തിൻ്റെ സ്പർശ്യ തലങ്ങൾ മുമ്പത്തേക്കാൾ വ്യക്തമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദിവസവും ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ, മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറിട്ടൊരു സത്യമുണ്ട്. അതായത് ദൈവത്തെ അനുഭവിക്കാൻ ക്രിസ്ത്യാനി ആകണമെന്നൊരു നിർബന്ധവുമില്ലെന്നാ. ഞാൻ എങ്ങനെയാണ് പഠിച്ചത്? ദൈവത്തെ അനുഭവിക്കാൻ, അതായത് ഈ ദിവസങ്ങളിൽ കേൾക്കണ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അതായത് ക്രൈസ്റ്റ് ഹോണറായിട്ടുള്ള ആർക്കും ദൈവത്തെ സൈദ്ധാന്തിക നിലവാരങ്ങളിൽ നിന്ന് വളരെ സ്പർശ്യമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു അനുഭവത്തെ സംരംഭമാക്കാൻ നിങ്ങൾക്കുണ്ടാകേണ്ട മൂലധനമെന്ന് പറയുന്നത് ദൈവസ്നേഹം മാത്രമാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രമാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഒരു സ്നേഹം തോന്നിയാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, അത് ദൈവം തോന്നിക്കുന്നതാണ്, അത് ദൈവവിളിയാണ്. ദൈവവിളി ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് ദൈവം വിളിക്കാൻ പറ്റത്തില്ല. വിളിക്കാൻ പറ്റുമോ? ദൈവത്തിന് തോന്നണം നിങ്ങൾ ആകർഷിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന്. ഞങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ദൈവം നിങ്ങളെ വിളിക്കണമെന്ന് പറയുന്ന ബന്ധമില്ല. ഇപ്പം എനിക്ക് ദൈവം വിളിയിട്ട് പൗരോഹിത്യത്തിന് എന്താ കാര്യം? ദൈവത്തെ തോന്നി എന്നെ വിളിക്കണം നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ വിളിക്കാനുള്ളൊരു കണ്ടൻറ്റ് വൈസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങളെ വിളിക്കാൻ പറ്റിയൊരു കണ്ടൻറ്റ് നിങ്ങളിലുണ്ടാകണം. എങ്ങനെയാണെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ ദൈവം നിങ്ങളെ വിളിക്കും. ദൈവം ആദ്യം ഒരു വ്യക്തിയെ വിളിക്കണത് വിശ്വാസത്തിലേക്കാണ് വിളിക്കണത്, പിന്നെയാണ് ബാക്കിയെല്ലാം ചേർത്ത് നൽകണത്. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പിന്നെ നമുക്ക് മനസ്സിലായി സാക്ഷികൾ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളെക്കുറിച്ചാണ്
ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നിരീക്ഷണത്തിന് വെക്കുന്നത്, സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത്, ഈ ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ നമുക്കറിയാമല്ലോ, ഉടമ്പടി എന്തുകൊണ്ടാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്? അതിൻ്റെ കണ്ടൻറ്റ് ബേസ്, അതിൻ്റെ പ്രസൻസ് കാരണം. മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടി എങ്ങനെയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ കണ്ടൻറ്റ് ബേസ് റിച്ചാണ്. ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടിയുടെ മാത്രം തനത് കൃപകൾ ഒത്തിരിയുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ഒരു കൃപയാണ്, ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയത്തില്ലേ? എന്നുവെച്ചാൽ നമ്മുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇത് ആണൊരു ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയണത്. കാര്യം ഇന്ന് വരെ നമ്മൾ കേട്ട സാക്ഷികൾ നോക്കുമ്പോൾ ഒരു 90% മനുഷ്യർക്ക് മെറിറ്റില്ല. 90% മനുഷ്യർക്ക് മെറിറ്റില്ല. അവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ മെറിറ്റില്ല. വേറെ ചില കാര്യങ്ങൾക്ക് അവർക്ക് മെറിറ്റ് ഉണ്ടാകും. പക്ഷെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉള്ള വിഷയങ്ങളുടെ മേൽ ചിലപ്പോൾ നമുക്ക് 0 മെറിറ്റാകും. അപ്പോൾ 90% പേർക്കും അവരുടെ പെർട്ടിക്കുലർ ജീവിത ലക്ഷ്യങ്ങൾക്ക് അവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ബൈബിൾ തരുന്നത് എന്താണ്? ബട്ട് ബൈ ഗ്രേസ്, കൃപ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് ബട്ട് ബൈ പ്രസൻസ് എന്ന് എൻ്റെ അർത്ഥം. അതാണ് ഇവിടെ വിഷയം. ഇത് വളരെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫെസ്യസ് 2:8 ഒന്ന് വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എഫെസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ നേടിയെടുത്തതുണ്ട്, ദൈവത്തിൻ്റെ ദാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്നെന്താണ്? നമ്മൾ നേടിയെടുത്തത്. നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാലും, ഇനി വിദ്യാഭ്യാസം ഉണ്ടായാലും, ആരോഗ്യം ഉണ്ടായാലും നമുക്ക് അതിനെല്ലാം മെറിറ്റ് എന്നാണ് പറയണത്. പക്ഷേ കോമ്പറ്റീറ്റീവ് ലെവലിൽ നോക്കുമ്പോൾ അതേ റാങ്കിലുള്ള അനേകം പേരുണ്ടാവുകയും അതേസമയം തന്നെ ലഭ്യമായിട്ടുള്ള സാധ്യത വരെ ചുരുക്കമാകുകയും ചെയ്യുമ്പോൾ അവിടെ മെറിറ്റ് വർക്ക് ചെയ്യത്തില്ല. പിന്നെ എന്താ വർക്ക് ചെയ്യണത്? പിന്നെ എന്താ വർക്ക് ചെയ്യണമെന്ന് ഒരു പുസ്തകവും പറയണില്ല. ബൈബിൾ പറയും എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. ഈ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. കാര്യം പക്ഷെ നമ്മൾ കണ്ടു, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം നമ്മൾ ഇങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കേട്ടാലും മുതലാകാത്ത ഒരു സാക്ഷ്യമുണ്ട്. രാജീവ് സദാനന്ദൻ്റെ സാക്ഷ്യമാണ്, ശിവാനന്ദൻ്റെ. അതിങ്ങനെ കേട്ടാലും ഭയങ്കര കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണത്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ, അദ്ദേഹം അങ്ങനെ ആസ്വദിച്ച് മധുരിതമായിട്ടാണ് പറയേണ്ടത്. നിങ്ങൾ ആ സാക്ഷ്യം വീണ്ടും കേൾക്കണം. ഇപ്പോൾ 1,32,000 പേര് അത് കേട്ടിട്ടുണ്ട്. രാജീവ് സദാനന്ദൻ്റെ ശിവാനന്ദൻ്റെ മേൽ. അപ്പം അത് ആ മനുഷ്യനെ അങ്ങനെ ആസ്വദിച്ചാണ് പറയണത്. പലരും പേടിച്ചല്ലേ പറയണത്, അല്ലേ? വല്ലപാട് ഇവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതി. ആരെങ്കിലും നോക്കുക, നാട്ടുകാരെ കേൾക്കുക, എൻ്റെ വീട്ടുകാരെ കേൾക്കുക, അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇങ്ങനെ കുറേ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കുറേ വേസ്റ്റായിട്ടുള്ള ചിന്തകളുമായിട്ടാണ് കയറണത്. അതിനൊന്നും അഭിഷേകം ഉണ്ടാകത്തില്ല. ഇതിന് അഭിഷേകമുണ്ട് നല്ല. അതൊക്കെ ക്ലീനായിട്ട് പറയാം. എനിക്ക് ഡിവൈഡ് ഓഫ് കവനൻ്റ്, അദ്ദേഹം ഒരു സേഫ്റ്റി ഓഫീസറാണ്, സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ്, മർച്ചൻ്റ് നേവിയിലെ സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് പറയണത്, എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ക്ഷേത്രങ്ങളൊക്കെ പോണ ആളാണ്, ക്ഷേത്രപൂജയുള്ള ആളാണ്, പക്ഷേ എനിക്ക് ക്രിസ്തുവിന് ഇഷ്ടമായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയണത്, ക്രിസ്തുവിൻ്റെ കുരിശുരൂപം എന്നെ വല്ലാണ്ടിങ്ങനെ
ആകർഷിച്ചിട്ടുണ്ട്. ആകർഷിക്കാൻ കാരണം ക്രിസ്തു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും മനുഷ്യന്മാരുടെ തെറ്റുകളെ പ്രതി സ്വയം പീഡനങ്ങളേറ്റ് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ? പുരുഷരൂപത്തിട്ട് നോക്കുമ്പോൾ എനിക്ക് ആ ദേവനോട് വല്ലാത്ത കൊതി തോന്നും. അപ്പോൾ എൻ്റെ ഏകാന്ത നല്ല ഭാഷ ഉപയോഗിച്ചിരിക്കണത്. അദ്ദേഹം ഈ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് കപ്പലിൽ പോകുന്ന ഒരു വലിയ അനുഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ കപ്പലിൽ ഏകാന്തമായി പോകും, കര കാണത്തില്ലല്ലോ. ഇപ്പം കര കാണാൻ കടൽ മാത്രം പരന്ന് കിടക്കുന്ന നിതാന്തമായ വെള്ളത്തിൽ പിന്നെ മോളിൽ മേഘം മാത്രമേ ഉണ്ട്. അപ്പം മേഘത്തെ നോക്കി ഞാനിങ്ങനെ എപ്പോഴും ക്രിസ്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനോടാണ്. എൻ്റെ കൂടെ ആരും ഉണ്ടാകത്തില്ല. കപ്പലിലെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ എപ്പോഴും അപ്പോൾ എനിക്ക് തോന്നി ഇനി എനിക്ക് വല്ല സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ കുറിച്ച് ഓർക്കും. കാര്യം ഞാൻ വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു മേഘത്തേക്ക് നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവസ്നേഹമുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അത്രയും അയാൾ ഉടമ്പടി അപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടമ്പടി എടുത്തതിൻ്റെ വൈബ് അനുസരിച്ചുള്ള ഒരു ദൈവസ്നേഹമുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന മൺസൂൺ സീസൺ. ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ എ പാർട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ബി പാർട്ടാണ് പറയാൻ പോണത്. എ പാർട്ട് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബി പാർട്ടിൽ ഈ ഭയങ്കരമായ ചക്രവാത ചുഴിയിൽ ഈ കപ്പൽ പെട്ടുപോകും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പെട്ടുപോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്. അതായത് മുഴുവനും കപ്പൽ മുങ്ങി മുഴുവനും ഇരുട്ട് വ്യാപിക്കുമ്പോൾ പറയും, നാഥ ഞാൻ പോകുന്നെന്ന് പറയും. കണ്ണീരോടെ പറയും. കാര്യം മരിച്ചു പോകുന്നറിയാം. കാര്യം ചക്രവാത ചുഴി, ഭയങ്കര കാറ്റും മല പോലെയുള്ള കടലിനകത്ത് പെട്ടുപോയി കപ്പലെ. പക്ഷെ നാഥ എന്ന് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടുത്ത ഒരു തിര വന്നാൽ മാത്രമേ ഇവർക്കൊന്നും ചെയ്യാനില്ല. വേറെ ഒരു തിര അടിച്ചു തല്ലിയ തിര എതിരെ തരിച്ച് കളഞ്ഞ കപ്പലിനെ എതിരെ വന്ന് വേറെ ഒരു തിര ഈ വശത്തോട് വന്നാൽ മാത്രമേ കപ്പൽ പൊങ്ങത്തുള്ളൂ. അപ്പോൾ നാഥ എന്ന് വിളിച്ച ഉടനെ തന്നെ ഈ മനുഷ്യൻ ഈ തിര എതിരെ വന്നിട്ട് കപ്പലെ നേരെ നിർത്തുമ്പോൾ ഇയാൾ ആകാശം കാണും. ഇത് ഇയാൾ വിറച്ചു പോയി ബൈബിൾ എടുത്ത് നോക്കും. അപ്പോൾ ആ കൂട്ടുകാരനൊരു ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ബൈബിൾ നമ്മളെ ഈശോയുമായിട്ടൊരു പ്രൈവറ്റ് റിലേഷനിൽ വന്നാൽ ബൈബിള് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ കൂട്ടുകാരൻ എനിക്ക് ആ ബൈബിൾ തരുമ്പോൾ എനിക്ക് അതിനകത്ത് വാക്കുകളൊന്നും മനസ്സിലായില്ല. എനിക്ക് വാക്കുകളൊന്നും മനസ്സിലായി. അപ്പോൾ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ വാക്കൊന്നും മനസ്സിലാവണില്ല, എൻ്റെ സെൻറ്റൻസൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നീ സങ്കീർത്തനം വായിച്ചാൽ മതി, അത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മരണത്തിൽ നിന്നിങ്ങനെ ജീവിതം വലിച്ചൂരിയെടുത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനെ ക്യാബിലേക്ക് ഓടിപ്പോയിട്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോഴേ എനിക്ക് കിട്ടിയ വചനം, അതായത് അത്യുന്നതൻ തൻ്റെ കൈകൾ നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചിരിക്കണമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. സങ്കീർത്തനം 18:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനം 16-ാം തിരുവചനം. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. സങ്കീർത്തനം 18:16 പറഞ്ഞ ഉന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു.
ഈ മനുഷ്യന് ബൈബിൾ അറിയത്തില്ലേ? കൂട്ടുകാരൻ കൊടുത്ത ബൈബിളാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങേർക്ക് ഈശോയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്കാകുമ്പോൾ കർത്താവുമായിട്ട് സംസാരിക്കുമെന്ന്. അതുകൊണ്ടാണ് കപ്പൽ പൊങ്ങാൻ നേരത്തെ നാഥ ഞാൻ പോകുന്നെന്ന് പറഞ്ഞത്. അപ്പം തന്നെ എതിർ തിര വന്നിട്ട് ഈ മനുഷ്യൻ്റെ കപ്പൽ നേരെ നിർത്തിയിട്ട് 23 പേരെയും ദൈവം രക്ഷിക്കും. ഇങ്ങനെ പ്രതി രക്ഷിക്കണേ, ഇങ്ങനെ പ്രതി 23 പേരെയും രക്ഷിക്കും. അതാണ് ഒരു വീട്ടിലൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ഒരാൾ മതി ഒരു വീട്ടിലെ, ആ കുടുംബത്തെ ദൈവം രക്ഷിക്കും. ആ പ്രതി ശ്രുതികട ഹല്ലേലൂയ. കൈയടിച്ചോട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കണ്ടില്ലേ, ഈ സമയത്ത് ഈശോ പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് ഈ മനുഷ്യനോട് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് പറയുകയാണ്. ഈ മനുഷ്യന് ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഇയാൾക്ക് എന്താ ഉള്ളത്? ദൈവമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ട്. ദൈവമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ട്. ഈ നല്ല ദൈവസ്നേഹ ബന്ധമുള്ളവരെ പിന്നെ എന്താ ദൈവം അടുത്ത നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ കൂടുതൽ ദൈവത്തെ നമുക്കറിയാമല്ലോ, ഇത് അളന്നാലും തീരാത്ത, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 150ഓളോ 53ഓളോ സങ്കീർത്തനങ്ങളുണ്ട്. 153 സങ്കീർത്തനങ്ങളുണ്ട്. അതിന് തന്നെ ഒരു 10ൽ കൂടുതൽ വചനങ്ങൾ അല്ല, 119 സങ്കീർത്തനം 119 വചനങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് വചനങ്ങളിൽ നിന്ന്, ആ സങ്കീർത്തനങ്ങളിൽ നിന്ന് അപ്പം സംഭവിച്ച കാര്യം, അതാണ് വിഷയം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ആ മനുഷ്യനോട് ബൈബിളിലൂടെ കർത്താവ് നേരിട്ട് സംസാരിക്കുകയാണ്. ഇത് അത്ഭുതമാണ്. കാര്യം ഈശോയുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മളിവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറയണില്ലേ? അത്ഭുതങ്ങളെന്ന് പറയണത് അങ്ങനെയല്ല, സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. കാര്യം ക്രിസ്തു ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും. തന്നെയല്ല, ഇനി വിഷമം വെച്ചാൽ ഇപ്പം ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫ് ഞാൻ എപ്പോഴും നോക്കും. എൻ്റെ ലൈഫ് എപ്പോഴും ഞാൻ നോക്കുമ്പോഴേ എനിക്ക് തോന്നിയിരിക്കുന്നത് ക്രമീകരണങ്ങൾ വരും. ക്രമീകരണങ്ങൾ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഫിനോമിനുണ്ട് ബൈ ആധ്യാത്മിക ജീവിതത്തിലെ. വെച്ചാൽ നമുക്കിപ്പോൾ AI എന്നൊക്കെ പറഞ്ഞിപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ലാൻഡിങ് എന്നൊക്കെ പറയത്തില്ലേ, പ്രോഗ്രാംഡ്. ഇപ്പോൾ വിമാനം ഒരു 5 മിനിറ്റ് ലാൻഡ് ചെയ്യണം, 5 മിനിറ്റ് മുമ്പ് തന്നെ അവർ പറയും ഇത് പൈലറ്റ് ഫ്രീ ആയിട്ട് ഓട്ടോമാറ്റിക് ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം സ്വയം റൺവേയിലേക്ക് ഇറങ്ങും. അത് പ്രോഗ്രാം ചെയ്ത് ആ റൺവേ ഉൾപ്പെടെ ദൂരം ഉൾപ്പെടെ ഇറങ്ങേണ്ട സമയം ഉൾപ്പെടെ എല്ലാം AIയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രാമിങ് വരും. ഇന്ന സമയത്ത് നമ്മളെവിടെ പോകണം, എവിടെ പോകരുത്, എവിടെ പോകണം. അതായത് നമ്മൾ ദൈവത്തിലായിക്കഴിഞ്ഞാൽ പോകേണ്ട സമയവും പോകേണ്ടാത്ത സ്ഥലവും പറയും. അതായത് ദൈവകൃപയിലുള്ളവർ പോകേണ്ടാത്ത സ്ഥലമുണ്ട്.
ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടം ഉണ്ടാകത്തില്ല. അതാ വിഷയം. കുഴപ്പമില്ലായിരിക്കും. കാരണം നിൻ്റെ കൂടെ വന്നിരിക്കുന്ന പാർട്ടി ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെന്ന് നിർബന്ധം, ലോകാരൂപിയുള്ള ആളായിരിക്കും. അവർക്ക് ദൈവത്തെക്കാൾ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ ചിലപ്പോൾ ദൈവത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഷോട്ട് കട്ട് ചെയ്ത്. ഇപ്പോൾ എൻ്റെ എത്രയോ പ്രോഗ്രാം കട്ടാക്കി കളഞ്ഞ് കഴിച്ച് കൈയൊക്കെ കയറി വെറുതെ ആവശ്യമില്ല, കൈ കയറി പഴുത്ത് ഒരു കാര്യമില്ല. അപ്പോൾ ആ പ്രോഗ്രാം എല്ലാം കട്ടായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ആ പ്രോഗ്രാം ദൈവത്തിൻ്റെ പ്രോഗ്രാമിനില്ല. അത് എന്നെ സമ്മർദ്ദത്തിലാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയ ആൾക്കാർ ഉണ്ടാക്കിയ പ്രോഗ്രാമാണത്. കട്ടായിപ്പോയി. നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നീ പോകേണ്ടാത്ത വഴിയും പറയും. അപ്പോൾ നമ്മൾ സേഫാണ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മുടെ സമയം ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന കുഴപ്പം, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സ്റ്റഫിനെ കൊണ്ടു നടക്കേണ്ട കാര്യം ദൈവത്തിനില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? നിൻ്റെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ സമയം സമർപ്പിക്കണം. സമയം സമർപ്പിക്കണം. അതാണ് സമയം സമർപ്പിച്ചാൽ എല്ലാം സമർപ്പിച്ച്. നാദാ സമർപ്പിക്കണം പറഞ്ഞ പാടുപാടിയുടെ കാര്യമില്ല. ആദ്യം നീ സമർപ്പിക്കേണ്ടത് നിൻ്റെ സമയമാണ്. സമയം ഒരു മനുഷ്യൻ സമർപ്പിച്ചാൽ അത് ടോട്ടൽ സമർപ്പിച്ചതിന് തുല്യമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിത സമയം നിനക്ക് സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് എന്നെ വിളിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. സ്വരത്തിൽ പാടുക. ആരാധന ആരാധന യേശുവേ നമ്മൾ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ദൈവസ്നേഹത്തോടെയാണ് പാടുക. അല്ലെങ്കിൽ ഞങ്ങൾ പാടി തന്നെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കിടന്ന് കാറൊക്കെ പോയിട്ട് കാര്യമില്ല. പാടുമ്പോൾ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ നുരഞ്ഞ് പതയണം ശരിക്കും ഉള്ളിൽ. അങ്ങനെ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്നേഹം സഹിക്കാനാവാത്തവരെപ്പോഴാണ് പാട്ട് വരണത്. അതാണ് വിഷയം. ഒരു വിഷയം പാടുന്നതിൻ്റെ കാരണം അതാണ്. സത്യം ഗതികേട് കണ്ട വെച്ച് കഴിഞ്ഞാൽ പാടുന്ന കക്ഷികൾ ആരും സ്നേഹത്തോടെ പാടണമല്ല. കുറേ പാട്ട് പഠിച്ചിട്ട് കാശ് കിട്ടാൻ പാടുന്നവരുണ്ട്. അതുപോലെ തന്നെ ചുമ്മാ നല്ല പാട്ടായിട്ട് കൊണ്ട് പാടണമുണ്ട്. ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല, ഇതൊന്നും അക്കൗണ്ട് ചെയ്യത്തില്ല. കാരണം ഇതിന് ആരാധനയാകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിശ്വാസമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, പിന്നെ സമർപ്പണമുണ്ടാകണം. സമർപ്പണമില്ലാതെ ആരാധനയില്ല. സമർപ്പണം എന്ന് പറഞ്ഞാൽ സറണ്ടറിങ് ആണ്. എന്നുവെച്ചാൽ ജഡിക അരൂപിയിലാണ് നീ നയിക്കണമെങ്കിൽ നിൻ്റെ ആരാധന പട്ടി നക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാകും. ഒരു പിണ്ടത്തെ പട്ടി നക്കിയാൽ അവർക്ക് ഹൈന്ദവ സ്വരങ്ങൾക്കറിയാം അതിൻ്റെ മ്ലേച്ഛത എന്താണെന്ന്, അല്ലേ? അവർ സമ്മതിക്കത്തില്ല. അത് പിതൃക്കൾക്കുള്ള വിശുദ്ധ ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വരണം. നിൻ്റെ ആരാധന പട്ടി നക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് സമർപ്പണം ഉണ്ടാകും. ജഡിക അരൂപിയാൽ ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ്. 8:14 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. റോമ ശ്രുതികട ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആരാണ് ദൈവത്തിന്റെ പുത്രന്മാര്? അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവമുണ്ട്. ഷാഡോ വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് എന്നതിൻ്റെ അർത്ഥം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുമ്പോൾ വചനം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട്. അവരാരുടാണ്? അവർ ലോകത്തിൻ്റെ സന്തതികളാണ്. അത് പറഞ്ഞ് ലോകാത്മാവിനാൽ ജഡാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ജഡത്തിന്റെ സന്തതികളാണ്. അതാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ജഡാത്മാവിന് നിങ്ങൾക്ക് ആധ്യാത്മിക ജീവിതം
വളരെ സുതാര്യമായിട്ട് ലളിതമായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് ജഡാത്മാവിനെയാണ്. നിങ്ങൾ നയിക്കുന്നത്, ഒരാൾ നയിക്കപ്പെടുക. ഇപ്പം എന്താ റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ ഓപ്പോസിറ്റ് എന്താണ്? ജഡാത്മാവിനാൽ വെച്ചാൽ നമ്മുടെ സുഖം, നമ്മുടെ താല്പര്യം, നമ്മുടെ സൗകര്യം, നമ്മുടെ അമ്യൂസ്മെൻ്റ്, നമ്മളുടെ സന്തോഷം മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. മൃഗങ്ങൾ അങ്ങനെയാണ്. എല്ലാ മൃഗങ്ങളും അങ്ങനെയല്ലേ? മൃഗങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ജീവിതം എസ്തറ്റിക് ലൈഫ് ഇല്ലല്ലോ. എസ്തറ്റിക് ലൈഫില്ല, സ്പിരിച്വൽ ലൈഫില്ല. ഉള്ളതെല്ലാം ഭക്ഷണം കഴിക്കണം, ഇര തേടണം, ഇണ ചേരണം. പല മനുഷ്യരുടെയും ഉള്ളിൽ ഇതേ ഉള്ളൂ, ഇര തേടുക, ഇണ ചേരുക. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അത് ആ സംവിധാനം ഇല്ലാത്തവർക്കാണെങ്കിൽ അമ്യൂസ്മെൻ്റ് ഉണ്ടാക്കുക, സന്തോഷമുണ്ടാക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കോമഡിയും കേട്ട് അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധുക്കളെ വീട്ടിൽ പോവുക, അവിടെ ഒരു അടിയന്തരം നടത്തുക, അവിടെ കേക്ക് മുറിക്കുക, ഇപ്പുറത്ത് വന്നിട്ട് അപ്പം കഴിക്കുക, അപ്പുറത്ത് പോയി കല്യാണം കൂടുക, ഇങ്ങനെ ഇണ ചേരുക, ഇര തേടുക എന്നുള്ള ജഡിക ജീവിതമുണ്ട്. ഈ ജഡിക ജീവിതം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഓർക്കുക, ഏറ്റവും വലിയ പത്തറ്റിക് കണ്ടീഷൻ ഒരു മനുഷ്യൻ വരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് ജഡിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ പല ഉടമ്പടികളും നോക്കുമ്പോൾ ആ ദൈവത്തെ, ആ ഉടമ്പടിയുടെ ഫയലെടുക്കണം ദൈവം എടുക്കുകയാണെങ്കിൽ ദൈവത്തിന് അറിയാം, അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ജഡജീവിതത്തിലുള്ളതാണ്, ജഡിക ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. ജഡിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 15:19 എടുത്ത ശ്രുതികളുടെ ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. സത്യം പറഞ്ഞാൽ 90% ആൾക്കാരും നിർഭാഗ്യരാണ്. എന്താ കാര്യം? അവർ ഈ ക്രിസ്തുവിന് പോലും പ്രത്യാശ വച്ചിരിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ബൈബിളിൽ എപ്പോഴും നോക്കുമ്പോൾ ബൈബിള് എപ്പോഴും ഷാഡോ വേഡിലേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. നേരെ പറയാനുള്ള കാര്യം, അതായത് വായിച്ചെടുക്കേണ്ട കാര്യം, നേരെ പറയുന്നൊരു കാര്യമുണ്ട്, വായിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അത് നിഗൂഢ ഒക്കൾട്ട് വേർഡെന്ന് പറയും. എല്ലാത്തിനും ഒക്കൾട്ട് വേർഡുകളുണ്ടാവും, ഗൂഢവചനങ്ങൾ. ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പൊ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തിനാണ് വിരലനക്കണത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഉടമ്പടി താമസിക്കാൻ കാരണം അതാണ്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനമില്ല, ഈ ജീവിതത്തിലില്ല, വരാൻ പോകുന്ന ജീവിതത്തിലുമില്ല. അവർക്ക് എപ്പോഴും ഓർക്കണം, ദൈവബദ്ധം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ക്രിസ്തുവിലാണ് നിങ്ങളെ പ്രത്യാശ വെക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ്, വരാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ, നിത്യജീവന് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടാതെ ഈ ജഡികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ പോയാൽ ഉടമ്പടി ലാഗാകാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. ഓർക്കുക, അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവികമായ വിജയം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സൂത്രവാക്യം, ഏറ്റവും വലിയ സമീപന സുവിശേഷ രീതി എന്തെന്ന് പറയുന്നത് എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. കൈയിടിച്ച് കർത്താവ് അയ്യോ ഭാവികൾ ഇവിടെ ഇരുന്നുണ്ട്, അയ്യോ അച്ഛൻ പറഞ്ഞല്ല ഭാര്യ മരിച്ചു പോകും, ദൈവമേ എന്നും പറഞ്ഞ് 4 കളെ വേണ്ടി ഇവിടുന്ന് ഓടിക്കളയരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിന് തോന്നണം എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിനെയാണ് സ്നേഹിക്കണം എന്നുണ്ട്. നിങ്ങൾ വേറെ ജോലി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് ഉടനെ കാറിക്കൂവി 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, 3-ാമത്തെ ദിവസം കട്ടിലേക്ക് വന്ന് കിടന്നെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ദൈവം നിങ്ങളെ അസസ് ചെയ്തില്ലേ? നീ ഒരു ജഡപ്പണ്ടാരമാണെന്നുള്ളത് അസസ് ചെയ്തില്ലേ? പിന്നെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാണ് മുതൽ മുടക്കണത്? ഇതാണ് പ്രശ്നം. ഇപ്പം നിൻ്റെ ഒരു പ്രേമം പോയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിൻ്റെ കല്യാണം പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ കല്യാണം ഒത്തത് പിന്നെ പോയെന്ന്. ഞാൻ പറഞ്ഞു പോകാനുള്ളതൊക്കെ പോകും, നീ പണി നോക്കിയെന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ, നീ പ്രാർത്ഥനയിലുള്ള വ്യക്തിയല്ലേ, നീ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ലേ, അപ്പം നിനക്ക് അഹിതമായ, ദൈവത്തിന് അഹിതമായ സാധനങ്ങളൊക്കെ പോകും. നീ എന്തിനാണ് അവളോട് ചാറ്റാനും ചീറ്റാനും പോയത്? അതിലെ പ്രശ്നമായി പോയത്.
ചുമ്മാ ഒരു ചെറുക്കനെ കണ്ടു അല്ലെങ്കിൽ പെണ്ണിനെ കണ്ട് കെട്ടാമെന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉടനെ മൊബൈലും മേടിച്ച് ചാറ്റും ചീറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അപ്പോൾ എനിക്ക് ഉടമ്പടിയും ഇല്ല, ദൈവവും ഇല്ല, മാതാവും ഇല്ല, ജീവിതവും ഇല്ല. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ. ഈ സാധനമൊക്കെ എടുത്ത് കളയും, എടുത്ത് മാറ്റപ്പെടും. അതായത് ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയും നിത്യജീവനം അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എല്ലാം അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു നമ്മൾ കേട്ടിട്ടുണ്ട്. അന്തിക്രിസ്തു ഇപ്പം തന്നെ ലോകത്തിലുണ്ടെന്ന് പറയുന്നു. അതെന്താ ലോകത്തിലുണ്ടെന്നാണ് പറയണത്? എന്നുവെച്ചാൽ ആരിലാണ് ലോകാരുവി ഉള്ളത്? അവനിൽ അന്തിക്രിസ്തു ഉണ്ട്. ഒന്ന് യോഹന്നാൻ 4:3 യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അവൻ പറഞ്ഞ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. അത് ലോകത്തിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ അയാളിൽ അന്തിക്രിസ്തു ഉണ്ട്, ക്രിസ്തുവിനെതിരായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ പ്രോബ്ലം വരണത് ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയിൽ അന്തിക്രിസ്തുവുണ്ട്. എന്നുവെച്ചാൽ ക്രിസ്തുവിനെതിരായ ശക്തിയുണ്ട്. ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴേ ക്രിസ്തു നിന്നിൽ വസിക്കുന്നില്ല. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കണം വിചാരിച്ചോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിനക്ക് ഇപ്പം അതായത് നിൻ്റെ മകളുടെ കല്യാണം, ഒരു അമ്മയും മകളും തമ്മിൽ ഇപ്പം സംസാരിക്കണില്ല. എന്താ സംസാരിച്ചത്? ഉടമ്പടി എടുത്തതാണ്, പക്ഷെ മകൾ അമ്മയോട് സംസാരിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചത്, എന്താടി ഇപ്പം നീ ഉടമ്പടി എടുത്തിട്ട് അമ്മയും മകളും എന്താ സംസാരിക്കാത്തത്? അതല്ല അച്ഛാ, അമ്മയുടെ തനിനിറം കണ്ടപ്പോൾ പിന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ തനിനിറം? അതല്ല, ആ ചെറുക്കൻ്റെ വീട്ടുകാർ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഏതാണ്ട് 20 കൊടുക്കാമെന്ന് പറഞ്ഞാണ്. 20 പവൻ്റെ അത് 17.5 പവനൊത്ത് അമ്മയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. അത് അപ്പം പറഞ്ഞ്, എടി അത് വാങ്ങിക്കാം, അതിനകത്ത് 1 പവൻ നീ എടുത്തിട്ട് 2.5 പവനാൻ പറ്റിയാണ്, ബാക്കി അവൾക്ക് കൊടുത്ത് വിടാനില്ലാന്ന് കൊന്നെന്ന് പറഞ്ഞ ഈ തള്ള അത് ഊരത്തില്ല. ഉടമ്പടിയൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാലും സംഭവം സൂത്രമാണ്. എന്ത് സംഭവിച്ചു? അതായത് സ്വന്തം മകൾക്ക് പോലും ഒരു പണയുടെ പൊന്ന് കൊടുത്തിട്ട് അവളെ കെട്ടിച്ച് വിടാനുള്ള മാനസികാവസ്ഥയില്ല, സ്വർണ്ണക്കൊതിച്ചിയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇയാളിൽ അവരിൽ തന്നെ അന്തിക്രിസ്തു ഉണ്ട്. സ്വന്തം മകൾക്ക് കൊടുക്കാത്തവർ ഭർത്താവിന് കൊടുക്കുക, സ്വന്തം മക്കൾക്ക് കൊടുക്കുക, കുടുംബത്തിൽ കൊടുക്കാത്തവർ നാട്ടുകാർക്ക് കൊടുക്കുക. ഒരിക്കലുമില്ല. ക്രിസ്തുവിനെ കൈമാറാൻ അവർക്ക് പറ്റത്തില്ല. ക്രിസ്തു കൈമാറ്റം എന്ന് പറയണത് നമ്മൾ നഷ്ടം തകച്ച് തേങ്ങ സഹിച്ച ഒരു ക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ദൈവസ്നേഹത്തെക്കാൾ ഉപരി സ്വർണ്ണത്തെ അവർ സ്നേഹിക്കുന്നു, അതാണ് പ്രശ്നം. ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പം തന്നെ ലോകത്തിൽ അവരുണ്ട്. ആ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനേക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചോ അതിന് വിഗ്രഹാരാധന എന്ന് പറയും. അല്ല, മറ്റുള്ളവർ പറയണമല്ലോ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കണമല്ല. വിഗ്രഹ ആരാധന എന്ന് പറയണത് ദൈവത്തിനേക്കാൾ ഉപരി വേറെ വ്യക്തികളോ വസ്തുക്കളോ വിഷയങ്ങളെയോ ഇനി ജോലിയെ പോലും സ്നേഹിച്ചു പോയാൽ അതൊരു അന്തിക്രിസ്തുവായിട്ട് മാറും. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് പറയണം. കർത്താവിൻ്റെ ഇഷ്ടം. ഇപ്പോൾ നിങ്ങളെന്താ പറയണത്? ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് അച്ഛാ ഉടമ്പടി ചെയ്തത്. ഇപ്പോൾ 3 പ്രാവശ്യം പുതുക്കിയെന്ന് പറഞ്ഞ് ദൈവത്തെ വരട്ടുകയാണേ. തരിമിച്ച കൊച്ചിന് വേണ്ടിയാണ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണത്. ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിൽ ത്യാഗം അനുഭവിക്കുന്നത്. അപ്പോൾ ആരാണ് വിഗ്രഹം? കൊച്ചാണ്. അപ്പോൾ കൊച്ചാണ് അന്തിക്രിസ്തു അവിടെ. അത് ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം നീ ആർക്ക് കൊടുത്താലും അത് കുഞ്ഞായാലും കുട്ടിയായാലും വലുതായാലും അന്തിക്രിസ്തുവായിട്ട് മാറും. എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ക്രിസ്തു നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം 1-ാം സ്ഥാനം. കൈയടിച്ച് കർത്താവേ അത് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെയും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്. ഈ മകളെ അവൾക്ക് ഫിക്സ് വന്നു. 2.5 വയസ്സായിട്ട് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അവൾക്ക് ജനിച്ചപ്പോൾ തന്നെ ഫിക്സായിപ്പോയി. അപസ്മാരം പോലെ സംഭവത്തിൽ ബ്രെയിനിലെത്ത് ഒത്തിരിയേറെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് നടക്കണില്ല, സംസാരിക്കണില്ല.
വിശന്നാൽ തന്നെയും അത് പറയത്തില്ല. അപ്പൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷണം കാണിച്ചു കൊടുക്കുകയുള്ളൂ, പറയത്തില്ല. എന്ത് സങ്കടമായിരിക്കും, വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ദൈവത്തെ കപ്പൽ വെച്ച് മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൂടുതൽ, അതായത് അധികം ഫലം പുറപ്പെടുവിക്കാൻ ഞാനതിനെ വെട്ടി ഒരുക്കും. മുന്തിരിച്ചെടി ശാഖകളും പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഫലം കായ്ക്കുന്നതിനെ, കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ഞാനതിനെ വെട്ടി. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുള്ളതാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, എല്ലാം മിഠായിയാണ്, എല്ലാം മധുരമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില കഴിച്ച അനുഭവങ്ങളുടെ ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. യോഹന്നാൻ 15:2 എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയണത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ ക്ലേശങ്ങളാണല്ലോ എന്ന് പറയരുത്. നിങ്ങൾക്ക് ഫലം തരുന്നതിനെ ദൈവത്തിൻ്റെ സ്വഭാവം ഫലം, ദൈവത്തിന് ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സാധനം ഫലം കായ്ക്കുമോ, ഈ ജന്മത്തെങ്കിലും കായ്ക്കുമോ എന്ന് ദൈവം കായ്ക്കത്തില്ല. കഴിഞ്ഞാൽ പിന്നെ ദൈവം അവരെ വർക്ക് ചെയ്യത്തില്ല. നീ പട്ടിയോ പന്നിയോ ജീവിക്കണവരെ ജീവിച്ചോളാൻ പറയും, ഒരു പ്രശ്നമില്ല. അവനെ വിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്തെങ്കിലും ദൈവവിശ്വാസമോ ഇത്തിരി ഭക്തിയോ ദൈവസ്നേഹമോ ഉണ്ടെങ്കിൽ അത് ബലമാണ്. ആത്മാവിൻ്റെ ബലങ്ങളല്ലേ വിശ്വാസം, ആത്മാവിൻ്റെ ഫലങ്ങളല്ലേ. ഗലാത്യർ 5:23 എടുത്ത് 5:23 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ തന്നെ. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. സ്നേഹം വളരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ശാഖകളായിട്ട് സ്നേഹം, ക്ഷമ, ദയ, നന്മ. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. കരുണയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹമാണ്, അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ദൈവം നിലനിൽക്കുന്നൊരു കുടുംബമാകണമെങ്കിൽ, വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വളരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തത്, നീ എന്നെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചത്, ഭൗതിക പദാർത്ഥങ്ങള്, ഭൗതിക സാഹചര്യങ്ങള് വളരുക എന്നതിനേക്കാൾ നിത്യത ലക്ഷ്യമാക്കി ദൈവസ്നേഹത്തില് എന്നെ വളർത്താനാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്നതിന് നന്ദി പറയുന്നു. അതാ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ചെയ്യണമേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. നമുക്ക് ഈ ഉൽപ്പത്തി 30 നിങ്ങൾക്ക് എൻ്റെ മക്കളെ അച്ഛൻ പറയണത് വെള്ളം ചേർക്കാത്ത കർത്താവിൻ്റെ മനസ്സാണ്, വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്ക് ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് ദൈവസ്നേഹമുണ്ടല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് വിശ്വാസമുണ്ടല്ലോ. പക്ഷെ ദൈവം ഓക്കെ അല്ല. ദൈവം എന്താ പറയണത്? ദൈവം 15 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഫലം തരുന്നതിന് കൂടുതൽ ദൈവസ്നേഹം ഉള്ളതിന് കൂടുതൽ ദൈവസ്നേഹം ഉണ്ടാകാൻ വെട്ടി ഒരുക്കും. രാജീവ് സദാനന്ദന് എന്താ പറ്റിയത്? ജനിച്ച കുഞ്ഞ്, അവന് എന്ത് പറ്റി? അവന് വെട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. എന്താ കാര്യം? അവന് ഫിക്സാ, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴവനെന്ത് ചെയ്യും? അവന് ഉടമ്പടി എടുക്കാനൊരു അവസരമായത്. അത്രയും നേരം അവന് കേവല ദൈവസ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും കേവല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ കേവല ദൈവസ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവമാണ് വിളിക്കുന്നത്. ഉപരി ദൈവസ്നേഹത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ് നിന്നെ നിത്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, അതായത് നിൻ്റെ അനുദിന ജീവിതം ദൈവം ക്രമീകരിക്കും. തീർച്ചയായിട്ടും
നിന്റെ അനുദിന ജീവിതം നീ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായി ക്രമീകരിക്കാം. പക്ഷെ നിനക്ക് ദൈവസ്നേഹം വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് നിനക്ക് നൽകാനുള്ള സൗകര്യവും സമയവും ഇതാണെങ്കിൽ, ദൈവം ഇപ്പോഴേ വെട്ടത്തോളം നിന്നെ. നീ വിചാരിക്കരുത് വയസ്സായി കഴിയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് വരാമെന്ന്. ദൈവത്തിന് വേണ്ട, മനസ്സിലായില്ലേ? നീ വിചാരിക്കണം പലർക്കും സംഭവം. അതുകൊണ്ടാണ് യുവാവേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യുവാവേ നീ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ ദൈവത്തെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വെട്ടിമടിക്കാനാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? യുവാവേ, അതായത് നീ നിൻ്റെ മക്കളെ ചില പറയത്തില്ലേ, ചില ഈശോയോട് ഓരോരുത്തരും ഈശോ വിളിക്കുമ്പോൾ പറയും, ഞാൻ പെണ്ണ് കെട്ടി, എനിക്ക് ഭാര്യയെ നോക്കാൻ പോകണം, ഭർത്താവിനെ നോക്കാൻ പോകണം, ഞാൻ ഏറെ കാളകളെ വാങ്ങിച്ചു, എനിക്ക് ഉഴുത് നോക്കാൻ പോകണം എന്നൊക്കെ പറയത്തില്ലേ. നീ പോയി പെണ്ണ് നോക്കണമെന്ന് പറയും. നിന്നെ ആരും വിളിച്ചെന്ന് ചോദിക്കും. അങ്ങനെ സ്വന്തം എന്താ പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങൾ ആ സ്വന്തം പോർട്ട്ഫോളിയോ ആവശ്യമുള്ള ആൾക്കാരില്ലേ, അവരെ നിങ്ങൾ വരുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ നക്കാപ്പിച്ച വല്ല അനുഗ്രഹങ്ങളൊക്കെ തന്ന് വിട്ടേച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാര്യം ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് ദൈവത്തിന് അറിയാം. അതാണ് എൻ്റെ വിഷയം. അതാണ് അത് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്. കാര്യം നിത്യതയാണ്. ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ്? കർത്താവ് എന്താ പറഞ്ഞത്? എന്നോട് കൂടെ സഹിക്കുന്നവർ എന്നോട് കൂടെ നേടും. എന്താ പറയുക? നിത്യതയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചോണ്ടിരിക്കണം. ഞാനിങ്ങനെ അടച്ചടച്ച് തളർന്നിരിക്കും. പല കാര്യമുണ്ട്. എനിക്ക് കിട്ടിയ അസുഖം വരെ പല കാര്യമുണ്ട്. നീ മുഴുവനും തൊഴിലത്ത് ആപ്പെടുന്ന അസുഖം ഈ ക്രിസ്മസിന് ദിവസം സംഭവിച്ചതാണ്. മുഴുവനും ഒരു കാര്യമില്ല. മുഴുവനും ചൊറിഞ്ഞ് പൊട്ടിപ്പഴുത്ത് ആകപ്പെടുകളായി. അപ്പോൾ എന്ത് സംഭവം? അതായത് നമ്മൾ ക്രിസ്മസിനേക്കാൾ വലുതാണ് നമുക്ക് ദൈവം. അതാണ് വിഷയം. അത് വെരി അതാണ് പ്രശ്നം. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയാണ്. നമുക്ക് പണിയുണ്ടാക്കല്ലേ കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണേ, അപ്പം വെള്ളം അടിക്കല്ലേ, അമ്മ പ്രശ്നം ഉണ്ടാക്കല്ലേ. നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രാജീവ് ശിവാനന്ദൻ്റെ കുഞ്ഞിന് ഈ അസുഖം വന്നപ്പോൾ അവ ഉടമ്പടി എടുക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് കൊച്ചു സംസാരിക്കാത്തത് കൊണ്ട് മാത്രമില്ല. കുഞ്ഞിൻ്റെ കാലിൽ ഒരു മുഴ വന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അത് എങ്ങോട്ടായി മുഴ പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് വന്നിട്ട് പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയെല്ലാം വീട്ടിൽ കൊണ്ടുപോയിച്ചും പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ അതായത് ദൈവത്തിൻ്റെ അദ്ദേഹം പറയുന്നുണ്ടത്, ഇത് ഞാൻ ഇവിടെ വന്നു എന്ന് ഞാൻ പറയണില്ല, ദൈവം എന്നെ കൊണ്ടുവന്നു. കാര്യം ഇന്നൊരു മനുഷ്യന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നല്ല രസമാണ്. അതായത് ഒരു മനുഷ്യന് ദൈവത്തെ അറിയുന്ന മനുഷ്യന്, അന്വേഷിക്കുന്ന മനുഷ്യന് വരാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ടൈമാണ്, ടോപ്പ് പ്ലേസാണ് അത്. അതായത് അദ്ദേഹത്തെ ഒന്ന് ഫീൽ ചെയ്ത്, അതായത് എന്നിട്ട് ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി അപ്പൻ്റെയും കുഞ്ഞിൻ്റെയും, അപ്പനെയും മുഴയാണ്, അതിങ്ങനെ വീർത്തി വരിക കാലിൽ. കപ്പലെന്ന് കിട്ടിയതാണ്. കപ്പലെ പാമ്പൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്ന് ആരും എന്നെ കടിച്ചെന്ന് അറിയാൻ പാടില്ല എന്ന് ഭാര്യ പറഞ്ഞു. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇതുകൊണ്ട് കാണിക്കാനുള്ള പാട്ടി കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ കാണിച്ച് എന്നിട്ട് കൊണ്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി അങ്ങേരുടെ ആ മുഴയും പെരട്ടി. കുഞ്ഞിന് വേറെ എന്താ അസുഖമാണ്, കുഞ്ഞിനെ മുഴയും പെരട്ടി. രാവിലെ എഴുതി നോക്കിയപ്പോൾ അങ്ങ് രണ്ടുപേരുടെ മുഴ അപ്രത്യക്ഷമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടരൊക്കെ സംസാരിച്ചു. ഇപ്പം കുഞ്ഞ് എന്തൊക്കെ തിങ്ങി വരുന്നുണ്ട്. ഇന്നലെങ്കിൽ നാളെ കുഞ്ഞ് സംസാരിക്കുമെന്ന്, അമ്മ സംസാരിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നതിൻ്റെ അകത്ത് മുഴുവനും ഇങ്ങനെ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ ലെവലിനേക്കാൾ ഉപരി ദൈവത്തെ അനുഭവിക്കാൻ, കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ, അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ, ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് വന്ന് ദൈവത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിനൊരു സമയം കുറിച്ച് കിട്ടിയതിൽ ആ ജീവിതം കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്ന നമുക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഇലമർമ്മരം നമുക്ക് കേൾക്കാൻ പറ്റും.
അദ്ദേഹം അങ്ങനെ സന്തോഷിച്ച് അത് പറയണത് മുഴുവനും. അദ്ദേഹത്തിൻ്റെ ടോക്ക് മുഴുവനും വളരെ ഹൃദ്യമായ അഭിഷേക സന്തോഷത്തിലാണത് പറയണതെല്ലാം. കാര്യം ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. അപ്പോഴെന്താണ് ഈ കൂടുതൽ ഫലം പുറപ്പെടുവിച്ച് ഈ മനുഷ്യൻ ആരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ച ആളാണ്. പക്ഷേ ദൈവത്തിന് മുതലാകാഞ്ഞത് കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി എടുപ്പിച്ചപ്പോൾ തന്നെ അടയാളം കാണിച്ച്, ഉടമ്പടി എടുപ്പിച്ചതിനെ അടയാളം കാണിച്ചിട്ട് പിന്നെ രസമുണ്ട്. ഈ മനുഷ്യൻ്റെ മകൻ അതായത് വസ്കുലർ എന്നാ പരിപാടി, കാർഡിയോ വസ്കുലർ സർജറി പഠിക്കുകയാണ്. ജിഗ്മറിൻ്റെ മെഡിക്കൽ കോളേജ് പഠിക്കുക. ഇന്ത്യയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ജിഗ്മറാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള സ്ഥാപനം. അപ്പോൾ അവിടെ കാർഡിയോ വസ്കുലർ സർജറിയൊക്കെ പഠിക്കുകയാണ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 2 അടയാളം കണ്ടപ്പോൾ ഇയാൾ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ഫീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് എന്നാണ് എൻ്റെ അർത്ഥം. പ്രസൻസ് നമ്മൾ മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. ഉടമ്പടി ചങ്കെക്കൊണ്ട് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വ്യക്തികളും തമ്മിൽ ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്തൊക്കെ ഇവിടെ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. കാര്യം പേപ്പർ കയ്യിലുണ്ടല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. ഉടമ്പടി രജിസ്റ്റർ ആയാൽ നമുക്കറിയാൻ പറ്റും, സാന്നിധ്യം ഫീൽ ചെയ്യും. വീട്ടിലെ ഉടമ്പടി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഉടനെ സാന്നിധ്യം ഫീൽ ചെയ്യും. അപ്പോൾ ഈ രാജീവ് സദാനന്ദൻ പറയുന്നുണ്ട്, അതായത് ഇടി നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മകനും അയാൾക്കൊരു സുഗന്ധാഭിഷേകം തോന്നിയപ്പോൾ അയാൾ വൈഫിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? അവൻ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം മകൻ പറഞ്ഞ്, അപ്പാ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു വല്ലാത്ത സുഗന്ധം, നമുക്ക് കേൾക്കാത്തൊരു സുഗന്ധം. അപ്പോൾ അയാൾ പറഞ്ഞ് അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. പ്രസൻസാണ്, പ്രസൻസ്. ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണത്, പിന്നെ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാകും. അതാണ് നമ്മൾ ഈ പുറപ്പാട് വായിച്ചത്. ഒന്ന് വായിച്ചേ, പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞേ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് പ്രശ്നം. ഈ നമ്മൾ വ്യത്യസ്തമാക്കണത് എന്താണ്? പ്രസൻസാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ IELTS പറഞ്ഞുകൊണ്ട് കാറിക്ക് നടക്കരുത്. പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അല്ല, നമ്മളേക്ക് വരുന്ന പക്ഷം നമ്മൾ ആ വിഷയത്തിലാണല്ലോ വരുന്നത്. മള കെട്ടിക്കണേ എടുത്തി വന്ന് ഉടമ്പടി എടുത്താൽ മള കെട്ടിക്കണേ. പിന്നെ അടുത്ത പ്രാവശ്യം ഉടമ്പെടുക്കും മാള പ്രസവിക്കണേ, തീർന്ന്. ഈ ചേടത്തിന് വിൽക്കാനും കാലപ്പഴി നടത്തിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് ദൈവം. കാര്യം എന്താണ്? ഇവർ വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനിയാണ്. ഇവർ ആ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ വേണ്ട, മള കെട്ടിച്ചാൽ മതി, മള പ്രസവിച്ചാൽ മതി, നാളെ ഇല്ല നിങ്ങൾക്ക്. അതിന് കെട്ടിയെടുത്ത് ഉടമ്പെടുക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ആദ്യം ഇവിടെ ദൈവത്തെ അറിയുന്നതെന്ന് പറഞ്ഞാൽ പ്രസൻസ്. ഐ നീഡ് യുവർ പ്രസൻസ്. ഐ വാണ്ട് യു ഡിഫറെൻറ്റ്. ഐ വാണ്ട് ബി എ ഡിഫറെൻറ്റ് ഫാമിലി. ഐ ഡോണ്ട് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. എന്താണ്? ഐ നീഡ് യുവർ പ്രസൻസ്. എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് വ്യത്യസ്തമായിരിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? എല്ലാവരും വ്യത്യസ്തമായിരിക്കാനല്ലേ. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ യൂട്യൂബിലൊരു ഫോട്ടോ ഉണ്ട്. ഒരു ഓന്ത മുതൽ എന്തോ സംഭവമാണെന്ന് അറിയാൻ പാടില്ല. മുടി വെട്ടിയിട്ട് ഒരുത്തൻ്റെ തലയിൽ ഒരു ഓന്ത കയറി അരണ കയറി ഇരിക്കുകയാണ്. അരണ മുകളിലിരിക്കണ പോലെ മുടി വെട്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാ കാര്യം? കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമാകാൻ നോക്കുകയാണ്. കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ ചില ആൾക്കാർ ഷഡ് കാണിച്ചുകൊണ്ട് വ്യത്യസ്തരാകും. പെണ്ണുങ്ങളെ മോശമില്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കീറിയിട്ടിട്ട് വിൻഡോയൊക്കെ വെച്ച് വ്യത്യസ്തരാകും, മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരാകും. ഇങ്ങനെ വ്യത്യസ്തരായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചുണങ്ങൊക്കെ വരും, ചൊറിയൊക്കെ വരും. ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ജോസഫച്ചാണെങ്കിൽ പോലും പൊങ്ങുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം, ശരീരം ഇത്രയേ ഉള്ളൂ. ഇതിനകത്തൊക്കെ അധികം ഈ ശരീരം വെച്ച് അധികം അഭ്യാസം കാണിക്കരുത്, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. നിങ്ങൾക്ക് വ്യത്യസ്തരാകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്?
അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നില്ലേ പറഞ്ഞേ, അങ്ങ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും അല്ല, നിന്റെ കോളേജിലുള്ള ആൾക്കാരെക്കാളല്ല, അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലുള്ള ആൾക്കാരെക്കാളല്ല. അവിടെ മുമ്പിൽ ആൾ കളിക്കാനാണല്ലോ നീ അഭ്യാസം കാണിക്കണത്. ദൈവത്തിന് ഒരു വലിയ ബ്രോഡർ പെർസ്പെക്റ്റീവാണ് ഉള്ളത്. അങ്ങ് ഞങ്ങളിവിടെ വരികയാണെങ്കിൽ പറഞ്ഞേ, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. എന്താ അങ്ങ് ഏറ്റു പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. നമ്മളെ വ്യത്യസ്തരാക്കണ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. രാജീവ് ശിവാനന്ദന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ വ്യത്യസ്തനാകാൻ പോകുകയാണ്. ഭൂമുഖത്തുള്ള എല്ലാവരെക്കാൾ വ്യത്യസ്തനാകാൻ പോകുകയാണ്. എന്താ സംഭവം എന്നറിയാവോ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? മെറിറ്റല്ല വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ ബട്ട് ബൈ പ്രസൻസ് എന്ന് നടത്താം. നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യതയാലല്ല, ബട്ട് ബൈ ഗ്രേസ് കൃപയാലാണെങ്കിൽ അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് സംഖ്യ 14:24 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സംഖ്യ 14:24 സംഖ്യ 14:24 എന്നെ നിന്ദിച്ചവരാരും പറഞ്ഞു, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എൻ്റെ പൊന്നുമക്കളെ, ഇതാണ് ഉടമ്പടി ഇന്നുവരെ വെളിപ്പെടുത്താത്ത ഏറ്റവും ടോപ്പ് റെവലേഷൻ. എത്രയാണിത്? സംഖ്യ 14:24 മനസ്സിൽ കുറിച്ചുണ്ട്. സംഖ്യ 14:24 ഒന്ന് ഏറ്റു പറഞ്ഞ ആ വചനം. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. വീണ്ടും പറയാനുണ്ട് വ്യത്യസ്തമാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കലേബിനെ നയിച്ച ചൈതന്യം പണ്ട് മോശയോട് പറഞ്ഞില്ലേ? മോശയോട് എന്താ പറഞ്ഞത്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നെങ്കിലേ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ ജനതയെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ പ്രസൻസാണ്. ഈ പ്രസൻസ് ആരുടെ കൂടെ ഉണ്ട്? കലേബിൻ്റെ കൂടെ ഉണ്ട്. കാലേബ് ആരാണ്? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ മോശസ് അയച്ച 2 പേരുടെ കൂട്ടത്തിൽ ജോഷുവയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കാലേബ്. കാലേബിൻ്റെ കൂടെ വേറെ 3 പേരുണ്ട്. അവന്മാർ ഇതുപോലെ ഒറ്റുനോക്കാൻ പോയതാണ്. ഇവർ കീഴടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ നേരത്തെ പോയി അവിടെ എത്ര പട്ടാളമുണ്ട്, ആ ദേശം കോട്ട കെട്ടി ഭദ്രമാണോ, അവർക്ക് കാലാളപ്പട എന്തുമാത്രം ഉണ്ട്, കുതിരപ്പട എന്തുമാത്രം ഉണ്ട്, ഇതെങ്ങനെ ഒറ്റുനോക്കിയ ഉദ്ദേശം ഇതാണ്. അവിടെ വയലെങ്ങനെ ഉണ്ട്, അവിടെ മുന്തിരിത്തോട്ടങ്ങൾ എങ്ങനെ ഉണ്ട്, ഒലിത്തോട്ടങ്ങൾ എങ്ങനെ ഉണ്ട്, ഇതൊക്കെ വന്ന് ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം. അതിനാണ് ഒറ്റ നോക്കാൻ പോണത്. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ 3 പേര് അവിടെ ചെന്നപ്പോൾ തന്നെ പണിയായി. കാര്യം ഹെബ്രോണിൽ പണ്ട് താമസിച്ചിരുന്ന അനാർക്കിൻ്റെ മല്ലന്മാർ, ഭൂമിയിലെ മല്ലന്മാരുണ്ട്. 8 അടിയൊക്കെ ഉള്ള ഗോലിയാത്ത് ടൈപ്പ് പാർട്ടിയുണ്ട് ഫിലിസ്തീൻസിൻ്റെ. അതുപോലെ അണ്ണന്മാരവിടെ കണ്ട് അപ്പം തന്നെ ഇവന്മാരുടെ മുട്ടും കൈയും കാലും ഒക്കെ വിറക്കാൻ തുടങ്ങി. ഈ വലിയ ആൾക്കാരുടെ മസിൽ കണ്ടപ്പോൾ പേടിച്ചു പോയി. പേടിച്ച് 3 പേര് ആദ്യമേ തന്നെ 4 കാലേവിന് ഓടി നാട്ടിലെത്തിയിട്ട് പറഞ്ഞ് നമുക്കൊക്കെ കൊണ്ട് പറ്റത്തില്ല, അവന്മാർ എലി അപ്പം തിന്നണ പോലും നമ്മളെ തിന്നു കളയെന്ന് പറയും. മോസസ് മിണ്ടിയില്ല. വേറെ 2 പേരെ വിട്ടിട്ടുണ്ടല്ലോ. അരുവി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ 2 പേരെ വിട്ടിട്ടുണ്ട്. എല്ലാവരും ഉടമ്പെടുത്തിട്ട് കാര്യമില്ല. അരുവി ഡിഫറെൻ്റ് ആകണം. അരുവി ഡിഫറെൻ്റ് ആയ വേറെ 2 പേരെ വിട്ടിട്ടുണ്ട്. കാലേബിന് വിട്ടിട്ടുണ്ട്. കാലേബ് വരട്ടെന്ന് പറയും. കാലേബും ജോഷുവും കൂടെ വന്നിട്ട് കാലേബ് പറയും അവന്മാർ മല്ലന്മാരാണ്, പക്ഷേ നമ്മുടെ കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ചു തരും. കൈയടിച്ചു.
യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവ പൈതലെ, നിയോഗങ്ങളോട് കാലേബിൻ്റെ സമീപനമാണ് നല്ലത്. ഇവിടെ നിയോഗം എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കുക, അത് അസസ്മെൻ്റ് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ആൾക്കാരെന്താ പറയണത്? നടക്കാത്ത കാര്യമാണ്, അവന്മാർ നമ്മളെക്കാൾ മല്ലന്മാരാണ്. അവിടെ നിന്ന് പറച്ച മുന്തിരി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, 80 കിലോ ഉണ്ടെന്ന്. ഒറ്റ മുന്തിരി തൻ്റെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്, 80 കിലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ. അത്രയും വല്ലന്മാരാണ്. അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തതാണ് നിയോഗം. അതാണ് നിയോഗം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. ഇവിടെ നിയോഗം എന്താണ്? കാനാൻ ദേശം കീഴടക്കുക എന്നുള്ളതാണ് നിയോഗം. നീ എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ എത്ര നിയോഗമുണ്ട്? 6 നിയോഗങ്ങളുണ്ട്. അതാണ് നിൻ്റെ കാനാൻ ദേശം. നീ എത്ര നിയോഗം നീ എഴുതിയിട്ടുണ്ട്? 6. അതാണ് നിൻ്റെ കാനാൻ ദേശം. ആ കാനാൻ ദേശത്തെക്കുറിച്ച് കലേബ് പറഞ്ഞ നീ പറയണം, ഈ 6ഉം എൻ്റെ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തരിക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. അപ്പം ഈ കോൺഫിഡൻസ് ഉണ്ടാവണം. കലേബിൻ്റെ കോൺഫിഡൻസ്, കലേബിൻ്റെ ആത്മവിശ്വാസം എന്താണ്? അവന്മാരെത്ര മലന്മാരായാലും എൻ്റെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവാണ്. ഞാൻ 6 നിയോഗം എഴുതിയിട്ടുണ്ടെങ്കിൽ 6ന് 60 എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും. അതാണ് കലേബിൻ്റെ സമീപനം എന്ന് പറയുന്നത്. എന്താ കാര്യം? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. റീഡ് ഇറ്റ് ഔട്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സംഖ്യ 14:24. സംഖ്യ 14:24. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. എന്താണ് അവനെ നയിച്ച ചൈതന്യം? ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെ ആരിലാണോ ഉള്ളത് അവനാണ് വ്യത്യസ്തൻ. കലേബിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. കാരണം ദൈവത്തിന് നയിച്ച ചൈതന്യം അത് വ്യത്യസ്തമാണ്. എന്താ കാര്യം? വിശ്വാസം വ്യത്യസ്തമാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ചില ആൾക്കാർ വിചാരിക്കും 4 എണ്ണം എഴുതിയിട്ടുണ്ട്, 2 എണ്ണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ചില ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത്, വാദപ്പനിക്കാർ ചത്തിട്ട് എഴുന്നേറ്റ് വരുന്ന ആൾക്കാരപ്പോൾ എഴുതിയേക്കും 4 എണ്ണം എഴുതിയിട്ടുണ്ട്, 2 എണ്ണമെങ്കിലും മാതാവ് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല, മാതാവിൽ എഴുതിയപ്പോൾ തന്നെ വിശ്വാസമില്ല. അപ്പോൾ കലേബിൻ്റെ മറ്റേ കക്ഷികളായിട്ട് വരും ഈ സംഭവം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് നിങ്ങൾക്കിത് ആവശ്യമാണ്, പക്ഷേ ഇത് കിട്ടിയാലും നീ നിത്യത കളയത്തില്ല. നിങ്ങൾക്ക് എന്താ സംഭവിക്കണം എന്നറിയാമോ? നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇപ്പം തന്നെ ഈ രാജീവ് ശിവാനന്ദൻ്റെ സംഭവം എന്താണ്? ഈ ഉടമ്പടി കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ ഈ ജിഗ്മർ കോളേജിൽ ഒരു അമേരിക്കൻ ടീം വന്നു, മെഡിക്കൽ ടീം അമേരിക്കൻ മെഡിക്കൽ ടീം വന്നപ്പോൾ അവരെന്തിനാണ് വന്നത്? അവിടെ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവന് എൻ്റെ ഇടയ്ക്ക് ഈ രാജീവ് സദാനന്ദൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. അവനുമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻ എന്തോ സംസാരിക്കാൻ ഇടയായപ്പോൾ അമേരിക്കൻ മെഡിക്കൽ ടീമിൻ്റെ ഹെഡ് ഇവനോട് ചോദിച്ചേ, അവിടെ അടുത്ത പ്രിൻസിപ്പലിനോട് ചോദിച്ചേ, ആ പയ്യൻസ് ഇവിടുത്തെ സ്റ്റുഡൻ്റാണോ അതോ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൻ 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3 കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രാജീവ് ശിവാനന്ദൻ്റെ മകന് ഒരു അമേരിക്കൻ കോൾ വന്നു, ഞങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് നിന്നെ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഉടനെ അധികം ചോദിച്ചില്ല, ഒരു സ്യൂം ഇൻ്റർവ്യൂ നടത്തി ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ലോങ് ലീവ് എടുക്കാൻ പോകുന്നോ അത് ഞങ്ങളുടെ കമ്പനി ചേർന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ കമ്പനി ചേർന്ന ആളെ പറഞ്ഞു. അമേരിക്കൻ കമ്പനിയിലാണെന്ന് ഓർത്തിറങ്ങാം. ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ മെഡിക്കൽ ഫീൽഡിൽ, നമുക്കറിയാം ബിടെക്കുകാർക്ക് മാത്രമേ, എൻജിനീയേഴ്സിനൊക്കെ മാത്രമേ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉള്ളൂ, മെഡിക്കൽ ഫീൽഡിലില്ല. ഒരു മെഡിക്കൽ ഫീൽഡിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ അസാധ്യമാണ്. അതിൻ്റെ മെറിറ്റിലുള്ളതല്ല. പക്ഷേ ഉടമ്പെടുക്കുമ്പോൾ എന്താണ്? ഡിഫറെൻറ്റ്, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. അങ്ങ് ഞങ്ങളിവിടെ വരികയാണെങ്കിൽ
ഞങ്ങൾ ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാൾ ഉപരി ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കണ്ടോ, അതൊക്കെ അവരെയും കൊണ്ട് അവർ പോയി. എന്ത് സംഭവം, അവൻ ഇന്ന് അമേരിക്കയിൽ വലിയ ഇതിനൊക്കെ അവൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ട് അവൻ അമേരിക്കൻ കമ്പനിയിൽ ഇപ്പം തന്നെ അവന് ജോലിയായി. കാര്യം എന്താ, ഒരു ടെൻഷനുമില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതായത് ആ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവിക കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, സാക്ഷ്യം എങ്ങനെയാണ് പറയേണ്ടത്, ദൈവത്തെ എങ്ങനെയാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എല്ലാം ആ സാക്ഷ്യത്തിലുണ്ട്. അവരത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥിക്കും. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? ഏതച്ഛനെ കണ്ടിട്ടാണ്, ഏത് മെത്താറെ കണ്ടിട്ടാണ്? തന്നെത്താൻ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ. എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എത്രയോ മനുഷ്യർക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഇവിടെ നിന്നുണ്ട് ആ സാക്ഷ്യത്തിൽ കൂടെ. അതായത് എല്ലാവരും ദൈവത്തെ അറിയണം, എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ പരിധിയിലാകണം എന്നൊക്കെ പറഞ്ഞ് ആന്തരികമായി അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യങ്ങളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കാൻ ഉടമ്പടിയിലൂടെ ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായി ഭൂമിയിൽ വ്യത്യസ്തരായി ഈശോയെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ Ave Maria, Ave, Ave, Ave.